ഇപ്പോൾ പൊതുവേ വിമർശകർ വലിയ ധാർഷ്ട്യമുള്ള നേതാവാണെന്ന് പിണറായിയെ വിശേഷിപ്പിക്കാറുണ്ട്. എങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇച്ഛാശക്തിയുള്ള നേതാവാണെന്നും പറയുന്നു. പിണറായി വിജയനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് എന്താ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ എൻ്റെ നിരീക്ഷണം നേരത്തെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു സ്റ്റാലിനിസ്റ്റാണ് ആൾ എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഒരു വക്താവാണ് ആൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്റ്റാലിനിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് വളരെ ശക്തമായ അധികാര കേന്ദ്രീകരണം വേണമെന്ന് ആഗ്രഹിക്കുകയും നടപ്പിലാക്കാനുള്ള മനോഘടനയുള്ള ആളുകളെയാണ് സ്റ്റാലിനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടിപ്പിക്കലായ ഒരു ഉദാഹരണമാണ് പിണറായി വിജയൻ എന്ന് പൊതുവിൽ പറയാറുണ്ട്. അത് ശരി തന്നെയാണ് എപ്പോഴും. അതിനപ്പുറത്ത് അയാൾ നേരത്തെ മറ്റേ വിദ്യുച്ഛക്തി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന സമയത്ത് ഫലപ്രദമായ കുറേ പ്രവർത്തനങ്ങൾ നടത്തി എന്ന ഒരു പേരുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ അത് കറക്റ്റാണ്. അതായത് അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരുന്ന കാലത്ത് അധികം ഉൽപ്പാദിപ്പിച്ചതിനേക്കാൾ കൂടുതൽ വൈദ്യുതി പിൽക്കാലത്ത് അത്രയും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ ലാവ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ കുറേ വിഷയങ്ങളുണ്ട്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വലിയ പൈസ മുടക്കി വേറെ ഇത് നിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഒരു ഭരണാധികാരി എന്ന രീതി കഴിവുള്ള ആളെന്ന രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു. ഞാനും അത് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഭരണ സംവിധാനം കൈകാര്യം ചെയ്യണത് എങ്ങനെ എന്ന് അല്പം പോലും അറിയില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും ആൻ്റണിയൊക്കെ ഇവർ രണ്ടു കൂട്ടരുമായിട്ട് ഞാൻ ഇവരുടെ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ പ്രശ്നം പലപ്പോഴും ചർച്ച ചെയ്യുകയും ലേഖനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെടുക്കുന്ന സമീപനം വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടത്താൻ പറ്റൂ എന്ന പ്രായോഗിക അനുഭവം അവർക്കുണ്ട്. ഞാൻ പറയാറുള്ളത് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കണം എന്നാണ്. അവർ ചെയ്യാറില്ല. ചെയ്യാത്തതിൻ്റെ കാരണം വെച്ചാൽ അവരെ അകറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഒരു പ്രായോഗിക ബുദ്ധിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലല്ലോ വേണ്ടത് ഭരണാധികാരി എന്ന രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയണം. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഞാൻ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന സമയത്ത് മാതൃഭൂമി ദിനപത്രത്തിൽ അന്നൊരു ലേഖനം എഴുതിയിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിഷ്കരണം നടത്തുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ അത് ടോർപ്പിഡോ ചെയ്യുന്ന ഇതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ആയിരക്കണക്കിന് കോടി രൂപ നമ്മളിവിടെ വെറുതെ ചിലവാക്കി കഴിച്ചിട്ടുണ്ട്, ഒന്നും പ്രയോജനമില്ലാതെ. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഒരു ചീഫ് സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലൊരു പരിഷ്കരണ കമ്മീഷൻ വെച്ചാൽ ഒന്നും നടപ്പിലാവില്ല. മറിച്ച് നിങ്ങളൊരു സമാന്തരമായ സംവിധാനം ഉണ്ടാക്കണം. IT വിദഗ്ധർ ഈ പരിഷ്കരണം നടത്തണമെന്ന് ദൃഢനിശ്ചയമുള്ള ആളുകൾ, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവ്, അങ്ങനത്തെ ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇതിനെ പൊളിക്കണം. അതിനാരും തയ്യാറായി. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 മാസമേ ഉള്ളൂ. പക്ഷേ ഇനിയും വലിയൊരു ദീർഘകാലയളവുണ്ട്. അപ്പം ഇപ്പോഴേ ഒരു വലിയൊരു വിലയിരുത്തലിന് അല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ വിലയിരുത്തലിൻ്റെ പ്രധാന വിഷയം ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അമ്പേ പരാജയപ്പെട്ടു. അതുതന്നെയാണ് ഇപ്പോൾ KAS എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു. IAS ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും വെറുപ്പിക്കുന്നതിലേക്ക് എത്തി. ജേക്കബ് തോമസിനെ പോലുള്ള ഒരാളെ കൊണ്ടുവച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിലെല്ലാം പിണറായി വിജയൻ്റെ കഴിവുകേടാണ് പ്രധാനമായും കാണുന്നതെന്ന് ഞാൻ പറയുന്നത്. കാരണം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹം കൽപ്പിച്ചാൽ അവരതൊക്കെ ചെയ്തു കളയും എന്ന് വ്യാമോഹിച്ചു പോയ അദ്ദേഹത്തിന് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് സതുദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ കാര്യം? അത് ഭരണപരമായ പരിചയമില്ല എന്നുള്ളതാണ് അവിടെ കാണുക. ഈ ഉദ്യോഗസ്ഥന്മാർ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു പ്രാഥമിക ധാരണയില്ല. അത് ഇങ്ങൊരു ഭരണം കേട്ടാലൊന്നും അവർ ഒതുങ്ങില്ല. പണ്ടൊരു 5-8 കൊല്ലം മുമ്പാണ് നോക്കുകൂലി നിർത്തുന്നു എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകി. എന്ത് പ്രയോജനം ഉണ്ടായി? ഒരു പ്രയോജനം ഉണ്ടായില്ല. അതിൽ നിന്ന് അദ്ദേഹം പാഠം പഠിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള യൂണിയനുകളാണ്. അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് പരിശോധിക്കണ്ടേ? ഇപ്പോൾ യൂണിയൻ നേതാക്കന്മാരുടെ പിന്നിൽ ഇവരുടെ പാർട്ടിക്കാരുണ്ട്. ആ യൂണിയനുകളെല്ലാം തന്നെ പാർട്ടി ഫ്രാക്ഷൻ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നത് എന്തുകൊണ്ട്? അത് പഠിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്ന് പറയുമ്പോൾ പിന്നെ വേറെന്താണ്?